നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. ആ അയ്യോ പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ, ഇനിയൊന്നും ചെയ്യല്ലേ, ഞാൻ പറയാം. വേദന സഹിക്കാൻ വയ്യാതെ അവൻ അലറിക്കരഞ്ഞ് പറഞ്ഞതും ശിവയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. കട്ടച്ചോരയിൽ ചിറങ്ങുന്ന അവന്റെ കാൽപാദത്തിൽ നിന്നും ശിവ തന്റെ ബൂട്ടിട്ട് കാലെടുത്തു. ആൽഫി കൊണ്ടുവന്നവരെ ഗോഡൌണിലിട്ട് പഞ്ഞിക്കിടുവാണ് ശിവ. വിനുവും ആൽഫിയുണ്ട് അവിടെ. എങ്കി പറ, ആരാ നിന്നെ ആൽഫിക്ക് നീക്കും പിറകെ അയച്ചത്? നിലത്ത് കിടക്കുന്നവനെ നോക്കി ശിവ ചോദിച്ചതും അവൻ വീണ്ടും മടിച്ചു. ഡാ മോനെ, നീതാ നിന്റെ അടുത്ത് ചത്ത് കിടക്കുന്നവനെ നോക്കിക്കേ. ഇനി നിനക്ക് വാതുറക്കാൻ പ്ലാനില്ലേ? ദാ ആ മൂലക്ക് നിൽക്കുന്നവനെ കണ്ടോ? നിന്നെയൊക്കെ പോക്കിങ്ങോട്ട് കൊണ്ടുപോകുന്നവൻ. ഞാൻ പറഞ്ഞിട്ടാ അവൻ അവിടെ അടങ്ങി നിൽക്കുന്നേ. ക്ഷേമം എന്ന സാധനം നികണ്ടില്ലാത്തവനവൻ. അവൻ ഈ ആടിയോ പറച്ചിലോ ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നിന്നെ നരകം കാണിക്കുവൻ. അപ്പൊ അവിടെ ചെന്ന് നിനക്ക് എന്റെ കൂട്ടുകാരനെ ഇപ്പൊ തന്നെ കാണാം. അത് വേണോടാ? ശിവ ചോദിച്ചതും അവൻ പേടിയോടെ ആ മുറിയുടെ മൂലയിൽ തൂണിൽ ചാരി നിൽക്കുന്നവനെ നോക്കി. ഇരുട്ടിലാകെ കാണുന്നത് തിളങ്ങുന്ന നീലമിഴികൾ മാത്രമാണ്. ആ കണ്ണുകൾ കണ്ടതും അവന്റെ മുഖം പ്രേതത്തെ കണ്ട പോലെ വിറക്കാൻ തുടങ്ങി. അയ്യോ വേണ്ട, ഞാനല്ല പറയാ സർ, ഞങ്ങളെ വിട്ടത് ജോൺ സാറാ. അവൻ പേടിയോട് ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ട ശിവയിലും അവനടുത്ത് നിന്ന വിനുവിനും ഒരു ഞെട്ടലുണ്ടായി. എന്നാൽ ആൽഫിയുടെ മുഖം ശാന്തമായിരുന്നു. അവനത് പ്രതീക്ഷിച്ചതാണ്. ദുഷ്ടൻ, സ്വന്തം മോളോട് ഇത്രയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി അയാൾക്ക്? അയാളൊരു അപ്പനാണോ? വിനദേശത്തോടെ ശിവയോട് ചോദിച്ചതും ശിവ അവന്റെ തോളിൽ തട്ടി. ആൽഫി, ഇനി എന്താടാ? ഇവന്മാർ ഇനി ആവശ്യമില്ല. ഇതിൽ കൂടുതലൊന്നും ഇവനൊന്നും അറിയത്തുമില്ല. മുരുകനോട് പറഞ്ഞ് നമ്മുടെ പിള്ളേരോട് ഇവരെ എവിടെയാണെന്ന് വെച്ച് കൊണ്ടുകളയാൻ പറ. പിന്നെ ഇവരിനി വാ തുറക്കരുത്. ശിവ ചോദിച്ചതും ആൽഫി മറുപടി പറഞ്ഞ് തിരികെ നടക്കാൻ തുടങ്ങി. അപ്പൊ ജോണോ? ശിവ വീണ്ടും പിറകിന്ന് ചോദിച്ചു. തരകനുള്ളത് നീയെല്ലാം നേരിട്ടാ, അങ്ങ് ദുബായിൽ വെച്ച് തന്നെ കൊടുക്കാൻ മതി. ചുണ്ടിൽ പിരിഞ്ഞ ചിരിയോടെ ആൽഫി മുന്നോട്ട് നടന്നു. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഉച്ചത്തിലുള്ള ലിയോണിന്റെ ആക്രോശം കേട്ടതും റൂമിന് വെളിയിൽ നിന്ന് കാർത്തിക ഞെട്ടി. എനിക്കൊന്ന് പേടി തോന്നുന്നു സുഭാഷേട്ടാ, നമുക്കൊന്ന് അകത്ത് കയറിയാലോ? ഇതിപ്പോ കുറെ നേരമായില്ലേ അകത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഒച്ചയും ബഹളൊക്കെ കേൾക്കുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നം കാണുമോ? അവൾ അടുത്ത് നിന്ന് സുഭാഷിനെ ടെൻഷനോടെ നോക്കി. ആ നീയൊന്ന് ചുമ്മാതിരിക്കുക കാത്തു. അകത്തുള്ളത് സാറിന്റെ അച്ഛനാ. അവര് തമ്മിൽ സംസാരിക്കുന്നത് കയറി ചെല്ലാൻ നമുക്ക് എന്താ അധികാരം? നമുക്ക് ഇവിടെ പുറത്തു നിൽക്കാം. പിന്നെ അച്ഛൻ പോലും മകൻ ആക്സിഡന്റ് ആയി തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത്രയും നാളും എവിടെയായിരുന്നു ഈ അച്ഛൻ? ഏട്ടനാണെങ്കിൽ അയാളെ കാണുന്നതേ കലിപ്പ. എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് ഏട്ടൻ പറഞ്ഞത് കൊണ്ടാ, ഇല്ലേ ഏട്ടനെ കാണാൻ പോലും അയാളെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കാർത്തിക അരിശത്തിൽ പറഞ്ഞു. അപ്പോഴാണ് ആ മുറിയുടെ വാതിൽ തുറന്ന് ജോൺ ഇറങ്ങി വന്നത്. പുറത്തു നിൽക്കുന്ന സുഭാഷിനെയും കാർത്തികയും കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് അയാൾ ഇറങ്ങിപ്പോയി. സുഭാഷും കാർത്തികയും വേഗം മുറിക്കകത്തേക്ക് കയറി. ഡാ സുഭാഷേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലാ അധികം എന്റെ വീട്ടിലേക്ക് കയറ്റിയേക്കരുത്, കേട്ടോ നീ? സുഭാഷിനെ കണ്ടതും അവനോട് ദേഷ്യത്തിൽ അലറി ലിയോൺ. മുഖമെല്ലാം വലിഞ്ഞു മുറുകി ദേഷ്യത്തിലുള്ള ലിയോണിന്റെ കിടപ്പ് കണ്ടപ്പോഴേ അവന് നല്ല കലിപ്പിലാണെന്ന് കാർത്തിക ഊഹിച്ചു. സാറ് നല്ല കലിപ്പില്ല, നീ ഒന്ന് ചെന്ന് തണുപ്പിക്കേ, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. കാർത്തികയുടെ ചെവിയിൽ പയ്യെ പറഞ്ഞ് സുഭാഷ് മുറിക്ക് പുറത്തേക്ക് പോയി. അവൾ പതിയെ ലിയോണിനരികേക്ക് ചെന്നിരുന്നു. അവന്റെ കയ്യിൽ പതിയെ പിടിച്ചു. അവളുടെ തലോടലിൽ ഉള്ളിലിരിയുന്ന ദേഷ്യത്തിന് ചെറിയ ശമനം വരുന്നത് ലിയോൺ അറിഞ്ഞു. അന്ന് ആൽഫിക്കെതിരെ നിന്ന് നേടിയെടുത്ത ആ പ്രൊജക്റ്റ്, അതിന്റെ കൺസെന്റ് എന്റെ കയ്യിൽ നിന്ന് അങ്ങേന്റെ പേരിലേക്ക് മാറ്റാൻ വന്നത് അയാള് കൊടുക്കില്ല. അതൊരിക്കലും അയാൾക്ക് നൽകില്ല. ഞാൻ അറിയാതെയാണെങ്കിലും ആൽഫിയെ ചതിച്ച് ഞാൻ നേടിയതാത്. എന്റെ നിയമങ്ങളുടെ കണ്ണീരുണ്ടതിൽ എനിക്കത് ആൽഫിക്ക് തിരികെ കൊടുക്കണം. അവന്റെ കഷ്ടപ്പാടാണത്. കണ്ണുകൾ മറ്റങ്ങോട്ടോ പായിച്ചുകൊണ്ട് ലിയോൺ പറഞ്ഞു. നിയെയും ആൽഫയെയും ഓർത്ത് വല്ലാത്തൊരു വേദനയും കുറ്റബോധവും ലിയോണിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് കാർത്തികക്ക് മനസ്സിലായി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ലിയോണേടന്റെ ഈ അവസ്ഥ ആ അനിയത്തി അറിയണം. കാർത്തിക മനസ്സിലൊരു തീരുമാനമെടുത്തു. മോളെ എഴുന്നേറ്റില്ലേ നീയാ? ഇല്ല സാറമ്മേ, നല്ല ഉറക്ക കുറുമ്പി. മുറിയിൽ നിന്നിറങ്ങി വന്ന നീയോട് സാറ ചോദിച്ചതും അവളൊരു ചിരിയോടെ മറുപടി പറഞ്ഞു. അവരൊന്നും ഇതുവരെ വന്നില്ലേ സാറമ്മേ? ഇല്ല മോളെ, രാവിലെ പോയ പോക്കല്ലേ മൂന്നും കൂടെ. എവിടെയാണെന്ന് ആർക്കറിയാം. ഇവന്മാരുടെ ഈ പോക്ക് കാണുമ്പോൾ മനുഷ്യൻ ആദ്യാ. അടുപ്പിലിരുന്ന് തിളക്കുന്ന കറിയൊന്ന് ഇളക്കിക്കൊണ്ട് സാറ പറഞ്ഞു. ആൽവിയും ശിവയും വിനുവും കൂടി ഒരു അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് കാലത്ത് പോയതാണ്. സാറമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
നീയെ ചോദിച്ചതും ഗ്യാസ് ഓഫ് ചെയ്ത് സാർ അവൾക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ ഇച്ചായൻ എങ്ങനെയാ സാറമ്മയുടെ അച്ചുവായത്? എന്താ ആ കഥ? നീയെ ചോദിച്ചതും സാറയുടെ മുഖം പാടി. നീ മുൻപോട്ട് ചെന്നവിടെ കയ്യിൽ മുറുകെ പിടിച്ചു. എനിക്കറിയണം, പറയില്ലേ എന്നോട്? അവൾ വീണ്ടും ചോദിച്ചതും നിറകണ്ണുകളുടെ സാർ അവളെ നോക്കി തലയാട്ടി. ഐസക് മാധൻ കോട്ടയത്തെ റബ്ബർ മുതലാളിയായിരുന്നു. കുരിശുമറ്റക്കാരുടെ അത്രയും പണവും പ്രതാപവും ഇല്ലെങ്കിലും അത്യാവശ്യം നാട്ടിലറിയാവുന്ന ഒരു അബ്കാരി. 2 പെൺമക്കളായിരുന്നു അയാൾക്ക്, സൂസി ഐസക്, സാറ ഐസക്. ഐസക്കിന്റെ ഭാര്യ മേരി സാറയെ പ്രസവിച്ചു കഴിഞ്ഞതും മരണപ്പെട്ടു. അതിൽ പിന്നെ മക്കളെ 2 പേരെയും ഒരു കുറവും വരുത്താതെയാണ് ഐസക് നോക്കി വളർത്തിയത്. കൂടപ്പിറപ്പുകളാണെങ്കിലും സ്വഭാവത്തിൽ വളരെ വ്യത്യാസമായിരുന്നു സൂസിയും സാറയും. സൂസിക്ക് കുറച്ച് പരിഷ്കാരവും അഹങ്കാരമൊക്കെ കൂടുതലായിരുന്നു. ഒരുങ്ങി നടക്കാനും പൈസ ചിലവാക്കി ഓരോന്ന് വാങ്ങിക്കൂട്ടാനും സൂസിക്ക് ഏമിയായിരുന്നു. എന്നാൽ സാറ അങ്ങനെയായിരുന്നില്ല. നല്ല അടക്കവും ഒതുക്കവും ഒക്കെയായി പഠിത്തത്തിലും പള്ളിയിലും മുന്നിൽ നിന്ന് വളർന്നു മിടുക്കി. കുഞ്ഞുനാൾ തൊട്ടേ അറിയാമായിരുന്നു കുരിശുമുറ്റത്ത് എബ്രഹാം എന്ന എബിയെ. നാട്ടിലെ ഇടവകയിലെല്ലാം അപ്പനോടൊപ്പം വന്നിരുന്ന ചെക്കനെ ഒളിഞ്ഞും പാത്തൊക്കെ നോക്കി കണ്ടിട്ടുണ്ട്. ഇച്ചായനെ കാണാൻ വേണ്ടി തന്നെയാ പ്രീ ഡിഗ്രിക്ക് ഇച്ചായൻ പഠിക്കുന്ന കോളേജിൽ തന്നെ അപ്പനോട് പറഞ്ഞ് അഡ്മിഷൻ എടുത്തത്. ഞാൻ അവിടെ ചേരുമ്പോൾ ഇച്ചായനോട് ലാസ്റ്റ് ഇയർ ആയിരുന്നു. 1 വർഷം ഒന്ന് അടുത്ത് കാണാൻ നോക്കൂ. സാരല്ല, അത്രയെങ്കിലും എനിക്ക് കേട്ടല്ലോ കൊടുത്തു. പിന്നെ തരം കിട്ടുമ്പോഴെല്ലാം ഒളിഞ്ഞും മറിഞ്ഞൊക്കെ ആളറിയാതെ നോക്കാൻ തുടങ്ങി ഇച്ചായനെ. പക്ഷേ ഒരിക്കലും പിടിച്ചു. ഇച്ചായനെ മമ്മിയുടെ കല്ലറിയിൽ പ്രാർത്ഥിക്കാൻ ഇച്ചായൻ വന്നപ്പോൾ അവിടെ നേരത്തെ തിന്ന് പൂക്കൾ വെക്കുമായിരുന്നു ഞാൻ. അന്ന് എന്നെ കൈയോടെ പൊക്കി. ദേഷ്യപ്പെട്ട് 4 ചീത്ത വിളിക്കുന്ന നോത്ത് പേടിച്ചു. ആ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ നിന്നപ്പോഴാ, എൻ്റെ സാറെ കൊച്ചേ, എൻ്റെ അമ്മച്ചിയുടെ കല്ലറയിൽ മരുമകളുടെ സ്ഥാനത്ത് നിന്ന് നിനക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒന്നിച്ചായനോട് പറഞ്ഞാൽ പോരെന്ന് കൊച്ചേ, ഞാൻ കൊണ്ടുവരില്ലേ? പിന്നെ എന്നാത്തിനായിരുന്നു ഈ ഒളിച്ചു കളി? കയ്യിൽ പിടിച്ച് കുറുമ്പോടെ പറഞ്ഞത് കേട്ടതും കണ്ണുകൾ വിശ്വസിക്കാനാവാതെ നിറഞ്ഞു പോയി. അമ്പരപ്പോടെ ആ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ പറയാ, ആൾക്കും ഇഷ്ടമായിരുന്നു എന്നെയെന്ന്, എൻ്റെ ഒളിച്ചുകളിയൊക്കെ കാണുന്നുണ്ടായിരുന്നെന്ന്. ആഗ്രഹിച്ച ആള്, കൊതിച്ച ആള്, സ്നേഹിച്ച ആള് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് സന്തോഷമല്ലേ? അതിനപ്പുറം മറ്റൊരു സ്വർഗം കിട്ടിയ പോലെയായിരുന്നു അന്നെനിക്ക്. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ മാത്രം പ്രണയക്കാലമായിരുന്നു. ഇച്ചായൻ ഹെയർ സ്റ്റഡീസിനായി ഡൽഹിക്ക് പോയപ്പോൾ കാതുകളിലൂടെയും ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഫോൺ കോളുകളിലൂടെയും ഞങ്ങൾ സ്നേഹിച്ചു. പക്ഷേ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാവാൻ അധിക സമയം എടുക്കില്ലെന്ന് പറയും പോലെ ഞങ്ങളുടെ പ്രണയത്തിന് മേലെ വെള്ളടി വീണു. ഇച്ചായൻ പഠിത്തം കഴിഞ്ഞ് വരാൻ 1 മാസത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കുരിശുമറ്റത്ത് നിന്നൊരു ആലോചന. കുരിശുമറ്റത്ത് എബ്രഹാമിന് വേണ്ടി എൻ്റെ ചേച്ചി സൂസി ആലോചിച്ചു. അതറിഞ്ഞപ്പോൾ ജീവൻ പോയ പോലെയായിരുന്നു എനിക്ക്. അപ്പനോട് എൻ്റെ ഇച്ചായൻ്റെ കാര്യം പറയാൻ പോയതും ചേച്ചി എന്നെ തടഞ്ഞു. എനിക്ക് വന്ന സൗഭാഗ്യം തട്ടി തെറിപ്പിക്കുവാണല്ലടി നീ. ജനിച്ചു പോയി എൻ്റെ അമ്മയെ കൊന്നു, ഇപ്പം എൻ്റെ സന്തോഷം കൂടി ഇല്ലാതാക്കുവാനടി നീ. ചേച്ചിയുടെ വാക്കുകൾ കേട്ടതും തകർന്നു പോയതാണ്. ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞത്. സഹിച്ചില്ല അവൾക്ക്. ഇച്ചായൻ പറഞ്ഞിട്ടാ ഇച്ചായൻ്റെ പപ്പൻ്റെ പപ്പയോട് പെണ്ണാലോചിച്ചത്. പക്ഷേ എവിടെ ഒരു തെറ്റിദ്ധാരണ പറ്റി. അതാണ് ചേച്ചിക്ക് ആലോചന വന്നത്. ചേച്ചിയുടെ വിഷമം കണ്ടെങ്കിലും ഇച്ചായനുമായുള്ള എൻ്റെ ഇഷ്ടത്തിന് പിന്മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാ ചേച്ചിയെ കടുങ്കായി ചെയ്തത്. ഞരമ്പ് മുറിച്ച് ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു. തലനായരേക്ക ചേച്ചി എന്ന് രക്ഷപ്പെട്ടത്. ഇച്ചായനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇച്ചായനെ കിട്ടിയില്ലെങ്കിൽ ചത്ത് കളയെന്നും പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ചു. വേറെ വഴിയില്ലാതെ പപ്പ അന്ന് എൻ്റെ മുന്നിൽ കൈകൂപ്പി. അങ്ങനെ പപ്പയ്ക്ക് വേണ്ടി എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി എൻ്റെ പ്രണയം ഞാൻ വേണ്ടെന്ന് വെച്ചു. പാവൻ്റെ ഇച്ചായൻ ഞാനാണ് കല്യാണപ്പെടെന്ന് വിചാരിച്ച് മിന്നുകെട്ടാനായി ഒരുങ്ങി തിരികെ നാട്ടിലെത്തി. മിന്നുകെട്ടിന് ആഴ്ച മാത്രം ഉള്ളപ്പോഴാണ് ഇച്ചായൻ വന്നത്. അന്ന് വന്ന ദിവസം എല്ലാം അറിഞ്ഞ് എന്നെ കാണാനായി ഓടി വന്നു. അന്ന് മനസ്സ് കല്ലാക്കി ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഇച്ചായനുമായുള്ള പ്രണയം എനിക്ക് നേരം പോക്കായിരുന്നെന്ന്. ഒരു പെണ്ണിനും പിടികൊടുക്കാത്ത കുരിശുമറ്റത്ത് എബ്രഹാമിനെ വീഴ്ത്താൻ വേണ്ടി ഞാൻ കളിച്ചൊരു കളി മാത്രമായിരുന്നു ഈ പ്രണയെന്ന്. അല്ലാതെ ദിവ്യ പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ലെന്ന് ആ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ. എല്ലാം കേട്ടതും തിരിച്ചൊന്നും പറയാതെ തിരികെ പോയി ആ പാവം. എന്നൊന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെ എന്നൊന്ന് തല്ലിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. ഞാൻ ചതിച്ചെന്ന് തോന്നിയിട്ടുണ്ടാവും, എന്നെ വെറുത്തിട്ടുണ്ടാവും. നാട് മുഴുവൻ അറിയിച്ച് വിളിച്ച കല്യാണത്തിൽ നിന്ന് അവസാന നിമിഷം വെച്ച് അതിന് ഒഴിയാൻ പറ്റിയില്ല. അപ്പൻ്റെയും കുടുംബത്തിൻ്റെയും മന്ദസ് പോകാതിരിക്കാൻ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ എൻ്റെ ഇച്ചായൻ എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ മിന്നുകെട്ടി. കല്യാണത്തിന് ശേഷം അവർ തമ്മിൽ അത്ര അടുപ്പത്തില്ലെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിന് കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയാ
PG ചെയ്യാനായി കൊൽക്കത്തയിലേക്ക് ഞാൻ പോയത്. അവിടെ ചെന്നൊരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ പപ്പ വഴി അറിഞ്ഞു ചേച്ചിക്ക് വിശേഷമെന്ന്. സന്തോഷം തോന്നി ഒരുപാട്. അവരൊന്നിച്ച് ജീവിതം തുടങ്ങിയതോർത്ത്. അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചിയുടെ പ്രസവ സമയത്ത് കൂടെ ഉണ്ടാകണമെന്ന് പപ്പ പറഞ്ഞത് കൊണ്ട് നാട്ടിലേക്ക് പോയത്. പിന്നെ ഇച്ചായൻ്റെ കുഞ്ഞിനെ കാണാനുള്ള കൊതിയുണ്ടായിരുന്നു എനിക്ക്. ചേച്ചിയുടെ പ്രസവ സമയത്ത് ഇച്ചായ നാട്ടിലില്ലായിരുന്നു. മുംബൈയിൽ പുതിയ ബിസിനസ് തുടങ്ങിയതിൻ്റെ തിരക്കിലായിരുന്നു. പ്രസവിക്കാൻ വയ്യ, പേടിയാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് സിസേറിയനായിരുന്നു ചേച്ചിക്ക്. അങ്ങനെ അവനുണ്ടായി. ആൽഫി ജനിച്ച ദിവസം അന്ന് കുഞ്ഞിനെ ആദ്യം ഏറ്റുവാങ്ങിയത് ഞാനാ. ഇച്ചായൻ്റെ ചോര, എൻ്റെ അച്ചു, നീലക്കണ്ണുകളുള്ള ജനിച്ച ഞങ്ങളുടെ രാജകുമാരൻ. കുഞ്ഞുണ്ടായി കഴിഞ്ഞുള്ള ചേച്ചിയുടെ സ്വഭാവം എന്നെ നിരീക്ഷിച്ചത്. മോനെ നോക്കാനോ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ചേച്ചിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ചേച്ചി സ്വന്തം ശരീരം സംരക്ഷിക്കുന്ന തിരക്കിലായിരുന്നു. അതുകൂടാതെ മുലപ്പാലില്ലായിരുന്നു ചേച്ചിക്ക്. പിന്നെ കുഞ്ഞിനെ നോക്കുന്ന ചുമതല ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ നൊന്തു പ്രസവിക്കാതെ, പേറ്റുനോവ് അറിയാതെ, മുലപ്പാലൂട്ടാതെ എൻ്റെ ആൽഫിക്ക് ഞാൻ അമ്മയായി. മോൻ 9 മാസം പ്രായമുള്ളപ്പോഴായിരുന്നു എബിച്ചായ തിരികെ നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം ചേച്ചിയെയും കുഞ്ഞിനെയും തിരികെ ചായ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അന്നെൻ്റെ നെഞ്ചിൽ നിന്ന് അവനെ ചേച്ചി അടത്തി മാറ്റിയെടുത്തുകൊണ്ട് പോയപ്പോൾ എൻ്റെ ഹൃദയം പറിച്ചുകൊണ്ട് പോകും പോലെ വേദനിച്ചന്ന്. എന്നെ കൈ ചൂണ്ടി വലിയ വായിൽ വായിട്ട് കരഞ്ഞെൻ്റെ കുഞ്ഞ്. അവർ പോയ അന്ന് മോന് പനിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ പനി അവനെ വിട്ടുമാറിയില്ല. കൂട്ടത്തിൽ നിർത്താതെയുള്ള അവൻ്റെ കരച്ചിലും. എത്ര നോക്കിയിട്ട് ചേച്ചിയെ കൊണ്ട് കുഞ്ഞിനെ നോക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവനെ വീണ്ടും എൻ്റെ കയ്യിൽ തന്നു. അതും ഇച്ചായൻ തന്നെ. ഞങ്ങളുടെ പപ്പയെന്ന് ഇച്ചായൻ അറിഞ്ഞു അച്ചുവിനെ ഞാനാ നോക്കിയിരുന്നതെന്ന്. പിന്നീട് വീണ്ടും ചേച്ചിയും കുഞ്ഞും ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. മോനെ കാണാൻ വേണ്ടി ഇച്ചായൻ എത്തുമായിരുന്നു. മോന് 2 വയസ്സ് വരെ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അച്ചുവിൻ്റെ കളിച്ചിരികളിലും കൊഞ്ചലിലും എൻ്റെ വേദനകളും ഞാൻ മറന്നു. അവനിൽ മാത്രമായി ഞാൻ എൻ്റെ ലോകം ഒതുക്കി. പക്ഷേ മോനെ കാണാൻ ലഭിച്ചായം വരുന്നത് ഞാനുമായി വീണ്ടും അടുക്കാനാണെന്നും ഞാൻ പറഞ്ഞത് കൊണ്ടാ ചേച്ചിയെയും കുഞ്ഞിനെയും കുരിശുമറ്റത്തേക്ക് ഇച്ചായം കൊണ്ടുപോകാത്തെന്നും ചേച്ചി എന്നോട് പറഞ്ഞു. ചേച്ചിയും ലഭിച്ചാനും തമ്മിലുള്ള മിന്നുകെട്ട് കഴിഞ്ഞേ പിന്നെ ഒരിക്കൽ പോലും ഇച്ചായൻ ആ കണ്ണിൽ നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛന് വേണ്ടി മാത്രമായിരുന്നു. മോനെ കാണാൻ ഇച്ചായം വരുമ്പോൾ ഒരിക്കൽ പോലും പഴയ പോലെ അവളോട് മിണ്ടാൻ ഞാൻ പോയിട്ടില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും ചേച്ചിക്ക് മനസ്സിലായില്ല. ഞാൻ വീണ്ടും ചേച്ചിയുടെ ജീവിതം തകർക്കുവാണെന്നും കുഞ്ഞിനെ ചേച്ചിയിൽ നിന്ന് തട്ടിയെടുക്കുവാണെന്നും വരെ പറഞ്ഞു. കൂടെപ്പിറപ്പിൻ്റെ ആ വാക്കുകൾ തന്നെ മതിയായിരുന്നു എന്നെ ജീവനോട് കൊല്ലാൻ.